മദ്യം, ആൽക്കഹോള് കഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും, കഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് മദ്യം കഴിക്കുന്നവർക്കും മദ്യം ഇതുവരെ കൈകൊണ്ട് തൊടാത്തവർക്കും ഒക്കെ അറിയാം. എന്നാൽ MDMA എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അവരുടെ ആരോഗ്യത്തിന് എന്ത് സംഭവിക്കും എന്ന് നമുക്കിന്ന് വിശദമായി നോക്കാം. എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നാർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ്. ഇത് വലിയ തിന്മയാണ്. ഈ പണി സ്റ്റീഫൻ ചെയ്യില്ല, നീയും ചെയ്യില്ല. Call it MDMAs. കേരളത്തിൽ MDMA എന്നാൽ ഈ പ്യുവർ MDMA മാത്രമല്ല, ഇത്തരം എല്ലാ ഡ്രഗുകളെയും, ക്രിസ്റ്റൽ മെത്തടക്കം എല്ലാ ഡ്രഗുകളെയും നമ്മൾ MDMA എന്ന് തന്നെയാണ് വിളിക്കാറുള്ളത്. ഇത് പല പേരുകളിൽ അറിയപ്പെടുന്നു. കൊളോക്കിയലി ഇതിനെ എക്സ്റ്റസി, XTC, UK ഇതിനെ മാൻഡി, US ഇതിനെ മോളി, പിന്നെ ആഡം, ക്രിസ്റ്റൽ, ബീൻസ്, ഐസ്, സ്പീഡ്, ക്രാങ്ക് എന്നൊക്കെ പലതരം പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. 1912 ഒരു ജർമ്മൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ മെർക്കാണ് ബ്ലഡ് ക്ലോട്ടിങ്ങിനുള്ള ഒരു മരുന്നായിട്ട് ഈ MDMA ആദ്യമായി ലാബിൽ നിർമ്മിച്ചത്. അപ്പോൾ MDMA എന്ന ലാബിൽ കെമിക്കലി സിന്തസൈസ് ചെയ്യുന്ന ഒരു കെമിക്കൽ സിന്തറ്റിക് ഡ്രഗാണ്. അതായത് കൊക്ക പ്ലാന്റിൽ നിന്നുണ്ടാക്കുന്ന കൊക്കൈൻ പോലെയോ, ഒപ്പിയം പോപ്പി എന്ന ചെടിയിൽ നിന്നുണ്ടാക്കുന്ന ഹെറോയിൻ പോലെയോ, എർഗോട്ട് എന്ന ഫംഗസിൽ നിന്നുണ്ടാക്കുന്ന LSD പോലെയോ നാച്ചുറലായിട്ട് പ്രകൃതിയിലുള്ള ഒരു സാധനമല്ല MDMA. പലരും പറയാറുണ്ട് ഈ കെമിക്കൽ സിന്തറ്റിക് ഡ്രഗ് ആയതുകൊണ്ട് MDMA കൂടുതൽ അപകടകാരിയാണ് എന്ന്. എന്നാൽ ഈ നാച്ചുറൽ ആയിട്ടുള്ള കൊക്കൈനും LSDയും ഹെറോയിനും പോലെ അത്ര അപകടകാരിയല്ല ഈ സിന്തറ്റിക് ആയിട്ടുള്ള MDMA. ഞാൻ പറയുന്നത് MDMA നല്ലതാണ് എന്നല്ല, എങ്കിലും ഈ ഏതെങ്കിലും ഒരു ഡ്രഗ് നാച്ചുറൽ ആണ് എന്നതുകൊണ്ട് കൂടുതൽ നല്ലതാണെന്നോ അല്ലെങ്കിൽ സിന്തറ്റിക് ആയതുകൊണ്ട് കൂടുതൽ മോശമാണെന്നോ അർത്ഥമില്ല എന്ന് മാത്രമാണ്. അപ്പോൾ എന്താണ് MDMA? 3,4 മീഥൈൽ ഡയോക്സി മെത്താംഫിറ്റമിൻ ആണ് MDMA. ഒരു മീഥൈൽ ഡയോക്സി ഫീനൈൽ എത്തിലമിൻ ഗ്രൂപ്പിൽ ഒരു മെത്താംഫിറ്റമിൻ ഗ്രൂപ്പ് കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് ഇതുണ്ടാക്കുന്നത്. ഇത് കെമിക്കലി ഉണ്ടാക്കി കഴിയുമ്പോൾ നിറമൊന്നുമില്ലാത്ത, വെള്ളത്തിലൊന്നും അലിയാത്ത ഒരു ഓയിൽ ഫോമിലായിരിക്കും ഉണ്ടാവുക. എന്നാൽ പിന്നീട് ഇതിനെ ഈ പഞ്ചസാരയൊക്കെ പോലെ ഒരു ക്രിസ്റ്റലൈൻ ഫോമിലോ വെള്ള പൊടിയോ ഒക്കെ ആക്കി മാറ്റും. അതിനുശേഷം ഇത് വെള്ളത്തിൽ അലിയും, നാവിൽ വെച്ചാലൊക്കെ അലിയുന്ന ഒരു രൂപത്തിലായി മാറും. ഇങ്ങനെ ഈ പൊടിയിൽ വേറെ പ്രത്യേകിച്ച് മിക്സ് ഒന്നുമില്ലാത്ത പ്യുവർ ക്രിസ്റ്റലൈൻ ഫോം ആണെങ്കിൽ അതിനെ മോളി എന്നാണ് വിളിക്കുന്നത്. ഇനി അതിൽ കഫീൻ പോലത്തെ മറ്റ് അഡിക്റ്റീവ്സ് ഒക്കെ ആഡ് ചെയ്താൽ അതിനെ എക്സ്റ്റസി എന്ന് പറയും. ഇത് പല തരത്തിലുള്ള, പല നിറത്തിലുള്ള, പല ഷേപ്പിലുള്ള ടാബ്ലറ്റ് രൂപത്തിലൊക്കെയാണ് നമുക്ക് ലഭിക്കാറ്. ഇനി ഇത് പല രൂപത്തിൽ പൊടിയായോ, ടാബ്ലറ്റായോ, ക്യാപ്സ്യൂളായോ, കഴിച്ചോ, നാവിൽ വെച്ചോ, സ്നിഫ് ചെയ്തോ ഒക്കെ പല രൂപത്തിൽ ഇത് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ കേരളത്തിലൊക്കെ ഒരു 2000-ലും 2010-കളിലുമൊക്കെയാണ് ഇത് വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങിയത്. 2020-കളിൽ ഇതൊരു പാർട്ടി ഡ്രഗായി മാറാൻ തുടങ്ങി. അതായത് ഈ മലയാളം റാപ്പ് സോങ്ങും കൺസേർട്ടുകളും ഒക്കെ വ്യാപകമായതിൽ പിന്നെ ഈ പലരും ഈ കൺസേർട്ടുകളിലും പാർട്ടികളിലുമൊക്കെ ഇതൊരു പാർട്ടി ഡ്രഗായി ഉപയോഗിച്ചു തുടങ്ങി. ഈ ഫെജോയും വേടനും ഒക്കെ സ്വയം അവർ ഇത് ഉപയോഗിക്കാറില്ലെന്ന് പറയാറുണ്ടെങ്കിൽ പോലും ഈ ഫെജോയുടെയും വേടന്റെയും ഡാപ്സിയുടെയും ABGന്റെയും തിരുമാലിയുടെയും ഒക്കെ പാർട്ടികളിലും കൺസേർട്ടുകളിലും ഈ ഇലക്ട്രോണിക് DJ പാർട്ടികളിലുമൊക്കെയാണ് പലരും ഇത് ഉപയോഗിച്ച് തുടങ്ങാറുള്ളതെന്നാണ് പറയപ്പെടുന്നത്. കാരണം ഈ MDMA എന്നതൊരു പാർട്ടി ഡ്രഗായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ MDMA എടുത്താൽ എന്താണ് സംഭവിക്കുന്നത്? MDMA എടുത്തു കഴിഞ്ഞ് ഒരു 30-45 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ അതിൻ്റെ ഫുൾ ആക്ഷനിലെത്തും. ഞാൻ ഇനി പറയാൻ പോകുന്ന കുറച്ച് ഭാഗങ്ങൾ കേട്ടാൽ നിങ്ങൾക്കിത് വളരെ നല്ലതല്ലേ എന്ന് തോന്നാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർ ഈ വീഡിയോ മുഴുവനായി അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്? നമ്മൾ ജീവിക്കുന്നത് സന്തോഷം, ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയാണ് എന്നതാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ ഈ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ബുദ്ധിമുട്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും നമുക്ക് സന്തോഷം, ഹാപ്പിനെസ് കിട്ടാനും വേണ്ടിയാണ്. എന്നാൽ ഈ MDMAയുടെ ആക്ഷൻ എന്താണെന്ന് ചുരുക്കി പറഞ്ഞാൽ, വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ ഒരു കെമിക്കൽ, ഒരു ഡ്രഗ് നാവിൽ വെക്കുമ്പോൾ തന്നെ ഒരു 30-35 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് ഹാപ്പിനെസ്, വളരെയധികം സന്തോഷം, ആവശ്യത്തിൽ കൂടുതൽ സന്തോഷം ലഭിക്കുന്നു എന്നതാണ്. നമുക്കറിയാം നമ്മുടെ വികാരങ്ങളുടെ എല്ലാം കൺട്രോൾ സെൻറ്റർ നമ്മുടെ ബ്രെയിൻ, തലച്ചോറ് ആണ് എന്ന്. നമ്മളുടെ മൂഡും, നമ്മുടെ സ്നേഹവും, വെറുപ്പും, ദുഃഖവും, സന്തോഷവും, എനർജിയും, ക്ഷീണവും, ദാഹവും, വിശപ്പും ഒക്കെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ബ്രെയിനാണ്. ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വഴിയാണ്. അതാണ് സെറോട്ടോണിൻ, ഡോപ്പമിൻ, നോറഡ്രിനാലിൻ ഇവയൊക്കെ. എന്നാൽ ഈ MDMA ചെയ്യുന്നത്, ഈ MDMA സെറോട്ടോണിൻ്റെ അളവ് മാരകമായി വർദ്ധിപ്പിക്കും. അതേപോലെ ഡോപ്പമിൻ്റെയും
നോർ അഡ്രിനാലിൻ്റെയും ഒക്കെ അളവ് ബ്രെയിനിനുള്ളിൽ അതിമാരകമായി ഉയർത്തും എന്നതാണ്. ഈ സെറോട്ടോണിൻ എന്നാൽ ഹാപ്പിനെസ് ഹോർമോണാണ്. അതേപോലെ ഈ ഡോപ്പമിൻ എന്നാൽ ഈ പ്ലഷർ നിർണ്ണയിക്കുന്ന ഈ സന്തോഷത്തിൻ്റെ രാസപദാർത്ഥമാണ്. ഈ MDMA എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു അരമണിക്കൂർ മുതൽ 4-8 മണിക്കൂർ വരെ ഇതിൻ്റെ ഹൈ ആക്ഷനിലായിരിക്കും നമ്മുടെ ബ്രെയിൻ. അതായത് ഇത്രയും സമയം നമ്മൾ സന്തോഷത്തിൻ്റെ ഒരു ഉന്മാദാവസ്ഥയിലെത്തും. അതാണ് യൂഫോറിയ, സന്തോഷത്തിൻ്റെ ഒരു ഉന്മാദാവസ്ഥ. ഈ യൂഫോറിയ മാത്രമല്ല, ഈ MDMA എക്സ്റ്റസി എന്നും വിളിക്കാറുണ്ട്. ഇതിൻ്റെ അർത്ഥം ഹർഷോന്മാദം, നിർവൃതി, ആത്മീയ നിർവൃതി, പരമാനന്ദം എന്നിവയൊക്കെയാണ്. അടുത്ത MDMAയുടെ ആക്ഷനാണ് സൈക്കോ മോട്ടോർ റെസ്പോൺസ്. ഒരു ആവശ്യവുമില്ലാതെ, ഒരു കാര്യവുമില്ലാതെ നമ്മുടെ മസിലിൻ്റെ എക്സ്ട്രാ മൂവ്മെൻറ്റ്സ്. അതുകൊണ്ടാണ് ഈ ഇലക്ട്രോണിക് പാർട്ടികളിലും DJ പാർട്ടികളിലും റാപ്പ് സോങ് പാർട്ടികളിലുമൊക്കെ നമുക്ക് ഒരു ക്ഷീണവുമില്ലാതെ, ഒരു അലട്ടലുമില്ലാതെ, ഒരു മടുപ്പുമില്ലാതെ ഒരുപാട് നേരം, ഒരു 3-4 മണിക്കൂറൊക്കെ ഒരു ക്ഷീണവുമില്ലാതെ ഡാൻസ് ആടിപ്പാടി തിമിർക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് MDMA പലരും ഒരു പാർട്ടി ഡ്രഗായി പരിഗണിക്കുന്നത്. ഇനി അടുത്തതാണ്, ഈ എല്ലാ സെൻസസും എല്ലാ വികാരങ്ങളും കൂടുതലായി അനുഭവപ്പെടും. ഈ നമുക്ക് നിറം, ഈ കളറൊക്കെ, ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സൊക്കെ കൂടുതൽ ബ്രൈറ്റ് ആയിട്ട് തോന്നും. നമുക്ക് സ്നേഹമുള്ളവരോടൊക്കെ കൂടുതൽ സ്നേഹം തോന്നും. നമുക്ക് അടുപ്പമുള്ളവരോടൊക്കെ കൂടുതൽ അടുപ്പം തോന്നും. ഇനി ടച്ച്, സ്പർശം, ഈ സ്പർശമൊക്കെ കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ MDMA എടുത്തു കഴിഞ്ഞിട്ടുള്ള സെക്സൊക്കെ കൂടുതൽ പ്ലഷറബിൾ ആയിട്ട് തോന്നുന്നത്. ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഈ MDMA എടുത്തു കഴിയുമ്പോഴേക്കും നമ്മളൊരു ഹൈ സ്റ്റേറ്റിൽ, ഈ സന്തോഷത്തിൻ്റെയും എനർജിയുടെയും അലർട്ട്നെസ്സിൻ്റെയും ഒക്കെ ഒരു എക്സ്ട്രീം സ്റ്റേറ്റിലും, ഒരു ഹൈയിലെത്തും, ഒരു യൂഫോറിയയിലെത്തും, ഒരു എക്സ്റ്റസിയിലെത്തും. ഇനി അടുത്ത ആക്ഷനാണ്. ഇത് നിങ്ങളിൽ പലർക്കും വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും. MDMA എന്നാൽ ഒരു എമ്പതോജനാണ്. അതായത് ഇത് മറ്റുള്ളവരോടുള്ള സഹാനുഭൂതി, എമ്പതി, സ്നേഹം ഇതൊക്കെ വർദ്ധിപ്പിക്കുന്ന ഒരു എമ്പതോജനാണ്. നമുക്ക് സ്നേഹമുള്ളവരോടെല്ലാം ഉള്ള സ്നേഹം കൂടും, എല്ലാവരോടുമുള്ള സ്നേഹം കൂടും, എല്ലാവരോടും സഹാനുഭൂതിയായിരിക്കും, എല്ലാവരോടും ക്ലോസ് ആവാൻ ശ്രമിക്കും, എല്ലാവരെയും നമ്മുടെ സ്വന്തം ആൾക്കാരായിട്ട് തോന്നും. അങ്ങനെ ഈ ലോകത്തോട് തന്നെ, ഈ പ്രകൃതിയോട് തന്നെ നമ്മൾ കൂടുതൽ അടുക്കുന്നതായിട്ട് അനുഭവപ്പെടും. അതാണ് എമ്പതോജൻ എന്ന് പറയുന്നത്. അടുത്തതാണ് എക്സ്ട്രവേർഷൻ. ഈ ഇൻട്രവേർട്ടായി സ്വയം ഒതുങ്ങിക്കൂടി ഒന്നും ചെയ്യാതെ ആക്റ്റീവ് അല്ലാതെ ഇരിക്കുന്നവർക്ക് പോലും ഇതെടുത്തു കഴിയുമ്പോൾ ഒരു പ്രത്യേകതരം എക്സ്ട്രവേർഷൻ ഫീൽ ചെയ്യും. അതായത് അവർ കൂടുതൽ ആക്റ്റീവ് ആവും. അങ്ങനെ ഉറക്കമില്ലാത്ത, ക്ഷീണമില്ലാത്ത, ആക്റ്റീവായ ഒരു ഹൈ സ്റ്റേറ്റിലെത്തും അവർ. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ നല്ലതല്ലേ എന്ന്. പക്ഷേ ഈ MDMA ഈ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമല്ല ഉണ്ടാക്കുന്നത്, ചില നെഗറ്റീവ് കാര്യങ്ങൾ കൂടി നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഈ MDMA ഹാപ്പിനെസ്സും അലേർട്ട്നെസ്സും എനർജിയും മാത്രമല്ല കൂട്ടുന്നത്, അതിൻ്റെ കൂടെ ഹാർട്ട് റേറ്റ് കൂട്ടും, BP കൂട്ടും. ഇങ്ങനെ ഈ BPയും ഹാർട്ട് റേറ്റും ഒക്കെ ഒരുപാട് കൂടുന്നത് കൊണ്ട് അരിത്മിയൊക്കെ വന്ന് പെട്ടെന്ന് മരണപ്പെടാനുള്ള സാധ്യത വരെ ഉണ്ടാവാറുണ്ട്. കൂടാതെ ഈ MDMA നമ്മുടെ വിശപ്പ്, ദാഹം, ടെമ്പറേച്ചർ റെഗുലേഷനൊക്കെ നിയന്ത്രിക്കുന്ന ഹൈപ്പോതലാമസിനെയും ബാധിക്കും. ഇത് നമ്മുടെ ദാഹം നശിപ്പിക്കും, വിശപ്പ് ഇല്ലാതെയാക്കും, അതേപോലെ ടെമ്പറേച്ചർ റെഗുലേഷൻ ഇല്ലാതെയാക്കും. അങ്ങനെ നമ്മുടെ ബോഡി അത് അമിതമായി ചൂടാകും. അതാണ് ഹൈപ്പർ തെർമിയ. അതേപോലെ നമുക്ക് എക്സസീവ് സ്വെറ്റിംഗ്, അമിതമായ വിയർപ്പുണ്ടാകും, ഡ്രൈ സ്കിൻ ഉണ്ടാവും, ഡ്രൈ മൗത്ത് ഉണ്ടാവാം, അങ്ങനെ ഡീഹൈഡ്രേഷൻ സംഭവിക്കാം, അങ്ങനെ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് വന്ന് മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരാൾ MDMA എടുത്തിട്ടുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഇത് മദ്യം പോലെയൊന്നും ഒരു പ്രത്യേകതരം സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അവർക്ക് നല്ല ഹൈ എനർജി ആയിരിക്കും, ഹൈ അലർട്ട്നെസ് ആയിരിക്കും, ഉറക്കക്കുറവുണ്ടായിരിക്കും, കൂടാതെ അവരുടെ ഹാർട്ട് റേറ്റ് കൂടുതലായിരിക്കും, BP കൂടുതലായിരിക്കും, അവർ എക്സസീവായിട്ട് വിയർക്കും, അവരുടെ ടെമ്പറേച്ചർ അധികമായിരിക്കും, അവരുടെ കണ്ണിലെ കൃഷ്ണമണി തുറന്നതുപോലെ ഇരിക്കും, അവരുടെ പല്ല് അവർ കടിച്ചു പൊട്ടിക്കുന്നത് പോലെ ജോ ക്ലഞ്ചിങ് കാണാൻ പറ്റും, ഉറക്കമില്ലായ്മ, വിശപ്പില്ലായ്മ, ആങ്സൈറ്റി, ഇറിറ്റബിലിറ്റി, ഉയർന്ന താപനില ഇവയൊക്കെ കാണാൻ പറ്റും. ഇനി ഈ MDMA എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ? അതാണ് നമ്മൾ തീർച്ചയായും നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഇതിൻ്റെ ക്രോണിക് യൂസ് അല്ലെങ്കിൽ എക്സസീവ് യൂസ് ന്യൂറോടോക്സിക് ആണ്. അതായത് ഇത് നമ്മുടെ ബ്രെയിനിനുള്ളിലെ ടെമ്പറേച്ചർ അമിതമായി വർദ്ധിപ്പിക്കും, നമ്മുടെ നാഡികളും അങ്ങനെ ബ്രെയിനിനെ തന്നെയും കാർന്ന് തിന്നാൻ തുടങ്ങും. 2, ഈ MDMA ഉപയോഗിച്ച് ഒരു 4-8 മണിക്കൂർ കഴിയുമ്പോഴേക്കും അതിൻ്റെ എഫക്റ്റ് ബ്രെയിനിൽ കുറഞ്ഞു വന്ന് തീരെ അങ്ങ് ഇല്ലാതെയാവും. അതായത് ഈ സെറോട്ടോണിൻ്റെ അളവൊക്കെ ബ്രെയിനിൽ ക്രമാതീതമായി കുറഞ്ഞു വരും. അങ്ങനെ നമുക്കൊരു വിഡ്രോവൽ സിംറ്റംസ് അല്ലെങ്കിൽ ഹാങ് ഓവർ, ഒരു എക്സ്ട്രാ ടയർഡ്നെസ് ഒക്കെ ഫീൽ ചെയ്യും. അങ്ങനെ ഈ എക്സ്ട്രാ ഹൈ എനർജിയും ഹൈ മൂഡിലും ഒക്കെ നിന്ന് നമ്മൾ പിന്നെ ഒന്നുമില്ലാതെ ഒരു നനഞ്ഞ തുണി പോലെ ഡിപ്രസ്ഡായി ഏതെങ്കിലും മൂലയിൽ ഇരിക്കേണ്ട ഒരു അവസ്ഥ വരും. ഇങ്ങനെ ഈ ഒരു സമയത്ത് നമുക്ക് വീണ്ടും ഇതേ ഹൈയിലെത്താനും വേണ്ടി ഇതേ ഡ്രഗ് വീണ്ടും ലഭിക്കേണ്ടതായിട്ടുള്ള ഒരു ക്രേവിംഗ് പോലെ ഫീൽ ചെയ്യും. പിന്നെ അതുമല്ലാതെ ഒരു 2 ദിവസമൊക്കെ കഴിയുമ്പോൾ നമ്മൾ കൂടുതൽ ഡിപ്രസ്ഡായി, എനർജിയൊക്കെ ഇല്ലാതെയായി, ഒരു സൂയിസൈഡൽ ടെൻഡൻസി വരെ നമുക്ക് വരാറുണ്ട്. ഇതാണ് ട്യൂസ്ഡേ ഡെത്ത് എന്ന് അറിയപ്പെടുന്നത്. 3, ഡിപ്പെൻഡൻസ്. ഇങ്ങനെ ഒരു MDMA ഉപയോഗിച്ച് ഒരു ഹൈ എനർജിയിലും ഹൈ മൂഡിലും സന്തോഷത്തിൻ്റെ ഉന്മാദാവസ്ഥയിലും എത്തിയ ഒരാൾക്ക് പിന്നീട് അതേ സ്നേഹവും സന്തോഷവും ഉന്മാദാവസ്ഥയും ഒക്കെ വീണ്ടും കിട്ടണമെന്ന് തോന്നും. അപ്പോൾ അത് വീണ്ടും ഉപയോഗിക്കാൻ ആ ഡ്രഗ് തന്നെ വേണമെന്ന് തോന്നും. എന്നാൽ ഈ 2ാമത്തെയും 3ാമത്തെയും തവണ ഇത് ഉപയോഗിക്കുമ്പോൾ
ഈ അതേ അളവിലും അതേ ഡോസിലും മതിയാവില്ല ഈ MDMA എന്ന്. 4, ഓവർ ഡോസിങ് ആൻഡ് മിക്സിംഗ്. ഈ കേരളത്തിൽ MDMA എന്ന് പറഞ്ഞ് കിട്ടുന്നതിൽ മിക്കവാറും ഈ MDMA മാത്രമായിരിക്കില്ല ഉണ്ടാവുക. അതിൽ വേറെയും മറ്റു ഡ്രഗുകളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതൊരു കോക്ടെയിലായിരിക്കും. അതിൽ കൂടുതൽ അപകടകാരിയായ കൊക്കൈന്, LSD, ഹെറോയിന് ഇവയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ഈ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് അവർ മിക്കവാറും ബാക്കി ആൽക്കഹോളും കഞ്ചാവും ഒക്കെ ഉപയോഗിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. രണ്ടാമത്തത് ഓവർഡോസ്. ഈ ഒരു ഹൈ കിട്ടിയ ആൾക്കാർക്ക് ഈ ബോധമില്ലാത്ത അവസ്ഥയിൽ ഈ ഹൈ നിലനിർത്താനും വേണ്ടി അവർ വീണ്ടും ഈ MDMAയും അതേപോലത്തെ ഡ്രഗും കൂടുതലായിട്ട് ഉപയോഗിക്കും. അത് അവരിൽ കൂടുതൽ ഓവർഡോസ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ഓവർഡോസ് കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഫോള് ഭയങ്കര ഹൈ ആയി. ഈ ഓവർഡോസിങ്ങിൻ്റെ ലക്ഷണങ്ങളാണ് ഈ അമിതമായ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ, ഹെവി സ്വെറ്റിംഗ്, അമിതമായ ദാഹം, ശരീരത്തിൻ്റെ മസിൽ ക്രാംപ്സ്, തലകറക്കം, തലകറങ്ങി വീഴൽ, അപസ്മാരം, അങ്ങനെ മരണം വരെ സംഭവിക്കാം. ഇനി 5, MDMA ഡെത്ത് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിനെ ട്യൂസ്ഡേ ഡെത്ത്, ചൊവ്വാഴ്ച മരണം എന്നും അറിയപ്പെടാറുണ്ട്. ഈ MDMA ഈ സൺഡേയും സാറ്റർഡേയും ഒക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം 2 ദിവസം കഴിഞ്ഞ് അതിൻ്റെ ഈ ഹാങ് ഓവറിൽ ഈ ആങ്സൈറ്റിയും ഇറിറ്റബിലിറ്റിയും ഡിപ്രഷനും ഒക്കെ വന്ന് ഈ സൂയിസൈഡൽ ടെൻഡൻസി വരെ ഉണ്ടായി അവരുടെ ചുറ്റുമുള്ളവരുടെയും മരണത്തിന് വരെ കാരണമാവാറുണ്ട്. കൂടാതെ ഈ ഓവർഡോസിങ് മൂലം ഈ ഹൈ ടെമ്പറേച്ചറും ഹൈ ഹാർട്ട് റേറ്റും ഹൈ BPയും ഒക്കെ വന്ന് ഹാർട്ട് ഫെയിലിയർ മൂലമോ കിഡ്നി ഫെയിലിയർ മൂലമോ അരിത്മിയ മൂലമോ ഒക്കെ പെട്ടെന്ന് മരണപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. ഇനി ഇതും കൂടാതെ ഈ ഹൈ അളവിൽ ഇങ്ങനെ സെറോട്ടോണിൻ കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ സെറോട്ടോണിൻ സിൻഡ്രോം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ബോഡി ഹൈ ടെമ്പറേച്ചർ, ഹൈ ഫീവർ ആവുകയും ഹൈ BPയും ഹൈ ഹാർട്ട് റേറ്റും വരികയും അതേപോലെ ഈ ഡീഹൈഡ്രേഷൻ മൂലം ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഒക്കെ വന്ന് സീഷർ, അപസ്മാരമൊക്കെ വന്ന് മരണപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. ഇനി 4ാമത്തെ ടൈപ്പ് മരണകാരണമാണ് ഈ ശരീരത്തിൻ്റെ താപനില നിയന്ത്രിക്കുന്നതിലുള്ള പ്രശ്നങ്ങൾ കാരണം നമ്മുടെ ബോഡി ഹൈ ടെമ്പറേച്ചറിലായിരിക്കും, ഹൈ ഫീവർ ഉള്ളതുപോലെ ആയിരിക്കും. കൂടാതെ അമിതമായ വിയർപ്പുള്ളത് കൊണ്ട് ശരീരത്തിലെ ജലാംശങ്ങളൊക്കെ കൂടുതൽ നഷ്ടപ്പെടുന്നത് കൊണ്ടും ഈ ദാഹം തീരെ ഇല്ലാത്തത് കൊണ്ട് വെള്ളം അമിതമായി എടുക്കാത്തത് കൊണ്ടുമുള്ള ഡീഹൈഡ്രേഷൻ കാരണം നമ്മുടെ ബോഡിയിലെ സോഡിയത്തിൻ്റെ അളവ് കുറവായിരിക്കും. അതായത് ഹൈപ്പോനാട്രീമിയ ഉണ്ടാവും. ഈ ഒരു സമയത്ത് നമ്മൾ ഈ ഇതിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അമിതമായ ദാഹം ഉണ്ടാവുകയും അങ്ങനെ കൂടുതലായിട്ട് വെള്ളം കുടിക്കുകയും ചെയ്യുമ്പോൾ ഈ ഹൈപ്പോനാട്രീമിയ, സോഡിയത്തിൻ്റെ അളവ് വീണ്ടും കുറയുകയും അങ്ങനെ അത് ഒരു ഇലക്ട്രോലൈറ്റ് ഇംബാലൻസിനും മരണകാരണമാവുകയും ചെയ്യും. 2022 സൊസൈറ്റി ഫോർ സ്റ്റഡീസ് ഓഫ് അഡിക്ഷൻ പറയുന്നത് 2025 ആവുമ്പോഴേക്കും ഇന്ത്യ എന്ന രാജ്യം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ അപകടങ്ങളിൽ ഒന്ന് ഈ MDMA മൂലമുള്ള മരണങ്ങളായിരിക്കും എന്നാണ്. അതേപോലെ കോഴിക്കോടുള്ള ഹെൽത്ത് കെയർ സെൻറ്റർ പോയിന്റിലുള്ള പല വിദഗ്ധരും പറയുന്നത് ഇതേപോലെയുള്ള മരണങ്ങൾ കേരളത്തിലും ക്രമാതീതമായി വർദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാണ്. ഇനി അടുത്തതായി, ഒരാളുടെ ശരീരത്തിൽ എത്ര കാലം വരെ നമുക്ക് ഈ MDMAയുടെ അളവ് കണ്ടെത്താൻ പറ്റും? ഈ ബ്ലഡിൽ 2 ദിവസം വരെ, ഉമിനീര് സലൈവയിൽ 2 ദിവസം വരെ, മൂത്രത്തിൽ 4 ദിവസം വരെ, മുടി ഹെയറിൽ ഏകദേശം 90 ദിവസം വരെ ഈ MDMAയുടെ സാന്നിധ്യം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അവസാനമായി നിങ്ങളിൽ പലർക്കും കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു കണക്ക് കൂടി പറയാം. ഈ 2007 UK നടത്തിയ ഒരു പഠനത്തിൽ 20ഓളം പലതരം ഡ്രഗുകളെ, ഈ മയക്കുമരുന്നായിട്ട് ഉപയോഗിക്കുന്ന പലതരം ഡ്രഗുകളെ അസസ് ചെയ്തതിൽ നിന്നും ഈ MDMAയുടെ സ്ഥാനം ഏകദേശം അതിൻ്റെ പൊട്ടൻസിയും ഹാംഫുൾനെസ്സും ഒക്കെ നോക്കിയിട്ട് ഏകദേശം 18ാം സ്ഥാനത്താണ്. അതായത് അതിനേക്കാൾ മുകളിൽ 17ഓളം മറ്റ് ഡ്രഗുകൾ ഉണ്ട് എന്നാണ് അത് കാണിക്കുന്നത്. ഈ MDMA എന്നത് മറ്റു സിന്തറ്റിക് ഡ്രഗ് പോലെ, മറ്റു നാച്ചുറൽ മയക്കുമരുന്നുകൾ പോലെ തന്നെ മനുഷ്യൻ്റെ വ്യക്തിയെയും സമൂഹത്തെയും മനുഷ്യ മനസ്സിനെയും മനുഷ്യൻ്റെ ബ്രെയിനിനെയും കാർന്നു നിന്ന ഒരു വിഷമായ ഒരു കെമിക്കൽ തന്നെയാണ്. ഈ കേരളം ഇപ്പോൾ ഇതിൻ്റെ ഒരു ഹബ്ബായിക്കൊണ്ടിരിക്കുന്നു. അതുമൂലമുള്ള ക്രിമിനൽ ആക്ടിവിറ്റികൾ കേരളത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് നമ്മൾ വാർത്തകളിലൂടെയൊക്കെ അറിയുന്നതാണ്. ഈ കേരള ഗവൺമെൻറ് ഇതിനെതിരെയുള്ള ഒരുപാട് നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ സമൂഹം എന്ന നിലക്ക് നമ്മളെല്ലാവരും ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചേ പറ്റും. ഇതിൻ്റെ വ്യാപനവും ഇതിൻ്റെ യൂസും ഒക്കെ തടയുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ശ്രമിച്ചേ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.